ഇന്നത്തെ അറബ് ലോകം യൂറോപ്യൻ അടിമകളാണ്. ഞാൻ അങ്ങോട്ടിട്ടത് നിങ്ങൾക്ക് സിന്ദാബാദ് വിളിക്കാം. അവരെ പതാക തോളിലിട്ടിട്ട് നിങ്ങൾക്ക് റമളാൻ മാസത്തിൽ വരെ അവരെ പതാക തോളിലിട്ടിട്ട് നിങ്ങൾക്ക് പരിപാടി നടത്താം. അത്രയേ ഉള്ളൂ. നിങ്ങൾക്കറിയാം, നിങ്ങൾ നരക്കഴിക്കാൻ വരക്കൂല. നിങ്ങൾക്ക് ദീനില്ല. ദീൻ അതൊന്നുമല്ല. ദീന് ശൈത്താൻ്റെ പാർട്ടിക്കാരുടെ കൂടെ ദീനല്ല. നമ്മൾ പറയുന്നത് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിൽ ശൈത്താൻ അക്ബർ ആണെങ്കിൽ പിന്നെ അള്ളാഹു അക്ബർ എന്ന് പറ്റിക്കലാണ്. അള്ളാഹ് പറ്റിക്കലാണ്. തൊള്ളോണ്ടൊന്നും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞത് നിങ്ങൾ നോക്കണ്ട. ഉള്ളിൽ എന്തുണ്ട്? ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉള്ള ആളാണ്. മനസ്സിലായില്ല? ഈ ലോകത്തെ ഏറ്റവും നല്ല മതം എന്റെ മകൻ മുഹമ്മദ് കൊണ്ടുവന്ന ദീനാണ്, എനിക്കറിയും എന്ന് പറഞ്ഞ ആളാണ് ആര്? ഈ അബൂ താലിബ്. എന്ന് മാത്രമല്ല, ഈ അബൂ താലിബ് ആരെ സഹായിച്ചു? ആയുസ് മുഴുവനും റസൂലുള്ളാഹിനെ സഹായിച്ചു. ഖദീജ ബീവിയും അബൂ താലിബും കൂടി വഫാത്തായ അർശത്തിനല്ലേ ആംബുലൻസിന് പേര് വെച്ചത്. റസൂലുള്ളാഹിന്റെ അത്ര വലിയ സഹായം തന്നെയാണ് ആര്. അപ്പൊ സഹായിച്ചത് ആരെയാണ്? ഹിസ്ബുല്ലാഹിനെ. എന്റെ വാപ്പ പറയും, ഒരു മുസ്ലിമായ കള്ളുടിയൻ കള്ള് ഷാപ്പിൽ ഇരുന്ന് കള്ള് കുടിക്കണ നേരത്ത് ബാപ്പ അയാളെ പേരും പറയും. പിന്നെ ഞാൻ ആ പേര് പറയും, ആ ആളെ പലരും അറിയും. ബാപ്പ പറയും, നമ്മളെ നാട് കള്ളുടിച്ച് മരിച്ച ആളോ. ബാപ്പ പറയും, ഇനി എന്താണെങ്കിലും ഓനെ അല്ലാഹു തആല സ്വീകരിക്കാൻ സാധ്യത ഉണ്ട്. എന്താ നിങ്ങൾക്ക് അറിയോ? ഓന് കള്ള് കുടിച്ച് ഇടക്കര കള്ള് ഷാപ്പിലോ കള്ള് കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വെളുത്ത കുപ്പായും വെളുത്ത തുണിയും ഫുൾ കൈയൊക്കെ ഇട്ട് ഒരു അലക്ക് തോർത്ത് തലയെ കെട്ടിയ ഒരു ചെങ്ങായി വന്ന് കള്ള് ഷാപ്പൊക്കെ കയറി. അപ്പോൾ ഇയാൾക്ക് ദേഷ്യം വന്നു, അങ്ങനെ പുറത്തേറും. അപ്പോൾ ഞാനും അനുപോലെ കള്ളു കുടിക്കാൻ വന്നതാണ്. ഇജിവിടെ നല്ല കുടിക്കാറ്. കള്ളു കുടിയാണ് കുപ്പായം മാറ്റി മാറും. ഇന്നപ്പോഴത്തെ കുപ്പായിട്ടോ ഞാൻ ഏതാ ജാതി ആർക്കും അറിയില്ല. അള്ളാഹിൻ്റെ ദീനെ പറയിപ്പിക്കാൻ പറ്റില്ല. അയാളെ പേരും ജാപ്പൻ്റെ കാണുന്നുണ്ട്. അയാളെ മക്കളെ നല്ല മനുഷ്യന്മാരാട്ടോ, ഒക്കെ സാലിങ്ങളാ. ചിലപ്പോൾ മക്കളെ ഇതുകൊണ്ട് സാലിയാക്കിയതായിരിക്കും അള്ളാഹു തആല. ഓനല്ല പുറത്തുണ്ടോ ഓൻ്റെ എന്താണ്? ഓൻ്റെ ഷഹുവത്താണ്. ഈ കള്ള് ഷാപ്പിൽ ഞാനുള്ള സമയത്തിൽ ഇക്കൊല്ലത്തിൽ വന്ന് കള്ളെടുക്കാൻ ഞാൻ വയ്ക്കൂല. കള്ള് കുടിക്കണമെങ്കിൽ കുപ്പായം മാറ്റി വാ, അള്ളാഹിൻ്റെ ദീനെ പറയിപ്പിക്കരുത്. അതായത് വെളുത്ത തുണിയും കൊടുത്ത കുപ്പായും ഒരു അലക്കത്ത് നീലമുഖ്യ തലക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ ജനങ്ങൾ പിന്നെ മോലിയേരി മുല്ലാക്കാനല്ലേ. അപ്പോൾ ഓൻ കള്ളു കുടിച്ചാൽ ഇവിടെ ഇന്ന ആരും കണ്ടാലും പ്രശ്നമല്ല. എനിക്ക് ഞാൻ മാപ്പിളയെന്ന് ആരും അറിയില്ല. അന്നെപ്പോലത്തെ ഒരു കയറിയാൽ മൂല്യന്മാർ കുറ്റം പറയും. മൂല്യന്മാരും കള്ളു കുടിക്കേണ്ടി പറയും. അത് ഇവിടെ നടക്കൂല, ഞാനുള്ള കാലത്ത് നടക്കൂല. അതൊരു നിലപാടല്ലേ? പറയാം, അതൊരു നിലപാടല്ലേ? ദീനർ കുട്ടികൾ നിലപാടാണ്. നിലപാട് ആൾക്കത് പുറത്തുവിട്ടുണ്ടാവും സാധ്യത കൂടുതലാണ്. കാരണം അയാൾക്ക് നിലപാടുണ്ടല്ലോ. അടിച്ചോ കള്ളു ഷാപ്പിലിട്ട് അടിച്ചു, ഇറങ്ങേണ്ട പുറത്താണ് അടിച്ചോണ്ടിട്ടു. ആലിമ്യങ്ങളെ പറയിപ്പിക്കാൻ വേണ്ടി ഇവിടെ കയറാൻ പറ്റില്ല. ഇജി കള്ളുടിച്ചോ, പക്ഷെ മൂല്യന്മാർ ചെയ്തരാൻ പറ്റും. ഇജി കള്ളുടിച്ച് ഇറങ്ങേണ്ട ഇത് കണ്ട ബാക്കിയുള്ളവരെന്താ പറയുക? മൂല്യന്മാരും എന്ത് തുടങ്ങി? കള്ളൂടി തുടങ്ങി അറിയില്ല. ആലിമ്യങ്ങൾക്കല്ല ഇതിൻ്റെ കുറ്റം. ഇശു ഞാൻ എന്ത് ബടക്കായിട്ടും കുടിച്ചോ, പക്ഷെ ബടക്കന്മാർക്കുള്ള വേഷമുണ്ട്, അതിന് വരണം. അല്ല മൂല്യന്മാരുടെ വേഷത്തിൽ ബടക്ക കുടിക്കാൻ പറ്റില്ല. അത് നിലപാടല്ലേ? ദീന് എന്ന് പറഞ്ഞാൽ അതെന്ത് നിലപാടാണ്? അപ്പൊ രണ്ട് പാർട്ടിക്കും രണ്ട് നിലപാടുമാണ്. പിശാചിന്റെ ലക്ഷ്യന്റെ തമത്തുൾ സുഖാസ്വാദനം. വല്ലദീന കഫറൂ യതമത്തഊന വയഅകുലൂന കദാതുൽ അൻആമു വന്നാറു മസ്വലഹും. എവിടെയാണ് ആയത്ത് മോനെ? എവിടെയാണ് ആയത്ത്? വല്ലദീന കഫറൂ യഅകുലൂന വയതമത്തഊന വല്ലദീന കഫറൂ യതമത്തഊന വയഅകുലൂന വല്ലദീന കഫറൂ യതമത്തഊന വയഅകുലൂന കമാ തഅകുലുൽ അൻആമു വന്നാറു മസ്വലഹും. 12ാമത്തെ ആയത്ത്. വല്ലദീന കഫറൂ ഇന്നല്ലാഹു യുദ്ഖിലുൽ ലദീന ആമനു. അല്ലാഹു മുഅ്മിനീങ്ങളെ പ്രവേശിപ്പിക്കും. വഅമലു സാലിഹാത്തി സൽക്കർമ്മങ്ങളും ഈമാനും ഉണ്ടെങ്കിൽ ജന്നാത്തി തോട്ടങ്ങളിൽ തജ്രി മിൻ തഹ്തിൽ അൻഹാർ, അതിൻ്റെ താഴ്ഭാഗത്തൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടേയിരിക്കും. അങ്ങനത്തെ സ്വർഗ്ഗങ്ങളിൽ അല്ലാഹു തആല മുഅ്മിനീങ്ങളെ പ്രവേശിപ്പിക്കും. പിന്നെ വല്ലദീന കഫറു കുഫറിൻ്റെ ആളുകൾ യതമത്തഊന, അവർ ദുനിയാവിൽ ആസ്വദിക്കും. വയഅകുലൂന തിന്നു കമാ തഅകുലുൽ അൻആം, ആടുമാട് ഒട്ടകം തിന്നുന്നവരെ. എന്താ അങ്ങനെ പറയാൻ കാരണം? അവർക്ക് ഇത്ര തിന്നാന്നില്ല, ഇന്നത് തിന്നാന്നില്ല. ഇന്നത്തെ കാലാണ് പറഞ്ഞത്. എന്തും തിന്നും, കിട്ടിയതൊക്കെ തിന്നും. എപ്പോൾ തിന്നും? മനുഷ്യന്മാർക്ക് തിന്നുന്നതിന് സമയമുണ്ട്, കുഫറിന് തിന്നുന്നതിന് എന്തില്ല സമയമില്ല. എന്തും തിന്നും. ഏത് തെറാവി കഴിഞ്ഞാലും പിന്നെ തരിപ്പ് കയറ്റാൻ വേണ്ടി പോകാറുണ്ട്. അങ്ങനെയാണല്ലോ തരിപ്പ് ഉണ്ടാക്കുന്ന സാധനങ്ങളില്ലേ, എന്താ അതിന് പറയാം? എന്താണ്? കുലുക്കി സർബത്ത്, കുരുടി സർബത്ത്, ദമ്മ് സോഡ, ഫുൾ ജാർ സോഡ. വല്ലദീന കഫറു
കുഫറായ ആളുകൾ, അവർക്ക് നിലപാടില്ല. മുഅ്മിനീങ്ങൾക്ക് നിലപാടുണ്ട്. ഇന്ന സമയത്ത് തിന്നാ, ഇന്ന സമയത്ത് നിർത്തുക, ഇത്ര തിന്നുക, ഇത്ര കഴിഞ്ഞാൽ നിർത്തുക. അവർക്ക് നിലപാടുണ്ട്. മറ്റവർക്ക് നിലപാടില്ല. നിലപാടില്ല എന്നുള്ളതാണ് അവരുടെ നിലപാട്. അവർ സുഖിക്കും, ആസ്വദിക്കും. യൗക്കുലൂന തിന്നും, കമാ തൗക്കുലൂന നാമും. ആടുമാടൊട്ടകങ്ങൾ തിന്നണമായി. ആടുമാടൊട്ടകങ്ങൾക്ക് രാത്രി പുല്ലിട്ട് കൊടുത്താലും തിന്നും. എപ്പോഴും 2 മണിക്ക് ഒരു പുല്ല് കണ്ട് പോത്തിനെ ഉണ്ട് പോത്തുന്നു. ആ ജാതി പോത്താണ് ഇപ്പം ആര്? മാപ്പിളാരടോ, മാപ്പിളാർ പോത്തുകളാ. കമാത്ത് വെക്കില്ല എന്നാ ഇപ്പോഴത്തെ മാപ്പിളാരൊക്കെ പോത്താണ്. കാരണം മനസ്സിലായില്ല. അവിടെ മൃഗങ്ങളെ തീറ്റ പറയാൻ കാരണം മൃഗങ്ങൾക്ക് ഇന്നത് തിന്നാനൊന്നും ഇല്ല. അങ്ങനെ മേഞ്ഞ് തിന്നും. ആന, പോത്ത്, കാട്ടുപോത്ത് ഒക്കെ കണ്ടിട്ടില്ലേ? അങ്ങനെ നടക്കും കാട്ടുകൂടെ. കിട്ടണമൊക്കെ തിന്നും, കിട്ടുന്നിടത്തൊക്കെ കുടിക്കും, കിട്ടണൊക്കെ കയറും. ആനക്കിപ്പം കല്യാണം കഴിഞ്ഞ പിന്നെ പെണ്ണുങ്ങൾ തന്നെ കല്യാണം സംഭവിച്ചുക്ക വാങ്കാത്തുക്ക. ആനപ്പെണ്ണിൻ്റെ ബാപ്പ സംഭവിച്ചുക്ക വാങ്കാത്തുക്ക എന്ന് പറഞ്ഞ് അപ്പോൾ കബിൽത്തു മിങ്കനിക്കാ എന്ന് പറഞ്ഞിട്ട് ആ ആനപ്പെണ്ണിനെ തന്നെ കയറണമെന്നൊന്നും ആനക്കില്ല. ആനക്കിട്ടിനെ കയറും. അതന്നെയാണ് ആരും കുഫറിന് ഇന്നലിനെ കയറാന്നില്ല. ഒരു നിലപാടില്ല. സുഖിക്കാൻ എവിടെയാ കിട്ടിയത്? അതിനൊക്കെ സുഖിക്കും. തിന്നാൻ എന്താ കിട്ടിയത്? അതൊക്കെ തിന്നും. കമാ തീർക്കില്ല. സുബ്ഹാനല്ലാഹ്. വന്നാർ മസവല്ലഹും. അവരുടെ അവസാനത്തെ മടക്കം എവിടേക്കായിരിക്കും? നരകത്തിലേക്ക്. കാരണം അവർക്ക് എന്തില്ല? നിലപാടില്ല എന്നതാണ് അവരുടെ നിലപാട്. മുഅ്മിനീങ്ങൾക്ക് അങ്ങനെയല്ല. മുഅ്മിനീങ്ങൾക്കൊരു ഒതുക്കുണ്ട്. അതിൻ്റെ പുറത്തേക്ക് അവർ പോകൂല. ചട്ടക്കൂടുണ്ട്. ഇപ്പം നോക്കി നിങ്ങൾ, രണ്ട് കൂട്ടരുടെയും പിന്നെ കർമ്മം തന്നെ രണ്ടാണല്ലോ. ഒരു കൂട്ടർ അള്ളാഹ് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. അവർക്ക് 2 പണിയാണ് എണ്ണി പറഞ്ഞത്, ഈമാനും അമലും. എന്നാ ഓല് തിന്നുന്നില്ല. പഠിച്ച തമ്പുരാനെ പറയും, കുട്ടികളെ പറയേ. ഇന്നല്ലാഹ യുദ്ഖിലുല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി. ഒരു കൂട്ടർ അല്ലാഹു തആല പിന്നെ ഈമാനും അമലുള്ളവർ അവരല്ലാഹു സ്വർഗത്തിൽ കടത്തുന്നു. അവർ തിന്നുവല്ലേ? ഈമാനും അമലുള്ളവർ തിന്നും. സുഖിക്കുമല്ലേ? സുഖിക്കും. അവ തിന്നുകയും ചെയ്യും, സുഖിക്കുകയും ചെയ്യും. പക്ഷെ തിന്നലും സുഖിക്കലും അവരുടെ ജീവിതത്തിന്റെ നിലപാടല്ല. മനസ്സിലായില്ല? അതവരുടെ ലക്ഷ്യമല്ല. സുഖിക്കാ തിന്നാന്നുള്ളത് അവരുടെ എന്തല്ല, ജീവിത ലക്ഷ്യമല്ല. വല്ലദീന കഫറു, കുഫറിന്റെ ആളുകൾ യതമത്തഊന. സ്വർഗവാസികളെ പറഞ്ഞു കൊടുത്തത് 2 കാര്യമാണ്, ഈമാനും അമല്. മറ്റുള്ളവരെന്താ? തമത്തുഅക്കിൽ. അപ്പൊ 2 കൂട്ടർക്ക് 2 നിലപാടാ. മുഅ്മിനീങ്ങൾക്ക് ഈമാൻ വർദ്ധിപ്പിക്കണം, അമൽ വർദ്ധിപ്പിക്കണം. കുഫറിന് സുഖം വർദ്ധിപ്പിക്കണം. 2 കൂട്ടർക്കും 2 കർമ്മം അവിടെ പറയുന്നത്. ഒന്ന് ആമനു അമലു സ്വാലിഹാത്തി, ഒന്ന് യതമത്തഊന വയൗക്കുലൂന. അപ്പൊ സ്വർഗവാസികൾക്ക് ഈമാന് അമലു സ്വാലിഹ്, അതാണ് അവരുടെ കർമ്മം. മറ്റൊരുക്കോ കുഫറിനോ തമത്തുഅ അഖില്. അവിടെ 2, ഇവിടെ 2. ഒന്ന് സ്വർഗവാസികൾ, ഒന്ന് നരകവാസികൾ. എന്തേ? ഒരു കൂട്ടർക്ക് നിലപാടുണ്ട്, അവർക്ക് നിയന്ത്രണം. അവർ കണ്ടോലും മുഴുവനും കയറൂല, കണ്ടോലും മുഴുവനും തിന്നൂല. അതേസമയത്ത് പുറത്തോ നിലപാടില്ല. അവരുടെ നിലപാട് എന്തേ ഉള്ളൂ? പറയാം, സുഖിക്കണം, തിന്നണം, അത്രേ ഉള്ളൂ നിലപാട്. എത്ര വൃത്തിയാണ് ഇപ്പം പറഞ്ഞത്. മിന്നാന്ന് നമ്മൾ പറഞ്ഞ ആ വിഷയത്തിലേക്ക് കയറ്റിയേക്കാവുന്ന ഒരായത്താണ് നിയന്ത്രണം. ദീനാണ് എന്താണ്? നിയന്ത്രണമാണ്. അതിന് ആ നിയന്ത്രണത്തിൽ നമ്മളൊരു സമരമാണ്. ആ നിയന്ത്രണം ഒതുങ്ങിയാലേ ആരുടെ സഹായം കിട്ടുള്ളൂ? അള്ളാഹിൻ്റെ സഹായം കിട്ടുള്ളൂ. അള്ളാഹിൻ്റെ സഹായം കിട്ടണമെങ്കിൽ അതിന് ഒതുങ്ങണം. അതിന് ഓരോന്നുണ്ട്. പോലീസ് കള്ളനെ പിടിക്കും, കള്ളനെ മറ്റുള്ളവർക്കും പിടിക്കാം. പോലീസ് കള്ളനെ പിടിക്കുക എന്ന് പറഞ്ഞാൽ അത് നിയമപരമായ കള്ളനെ പിടിക്കലാണ്. പക്ഷെ പോലീസിന് ഒരുപാട് നിയമങ്ങളുണ്ടാവും. അതൊക്കെ പാലിച്ചാലേ ഈ കള്ളനെ പിടിക്കാൻ ഔദ്യോഗികമാവുകയുള്ളൂ. അപ്പോഴേ സർക്കാരിൻ്റെ ശമ്പളം കിട്ടുള്ളൂ. നമുക്ക് പാർട്ടിയുടെ കള്ളനെ പിടിക്കാം, പക്ഷെ എന്നിട്ട് നമ്മൾ ആരെ ഏൽപ്പിക്കണം? പോലീസിനെ ഏൽപ്പിക്കണം. മറ്റേ നമ്മൾ സാധാരണ പോലീസിനെ അറിയാം, അവർ ഔദ്യോഗിക ആളുകളാണ്. അവർ ചിന്തിക്കാൻ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാനത് പറയാൻ വന്നതല്ല, ഞാൻ ഒന്നലത്തിൻ്റെ 1-ാം ഭാഗം പറയാൻ വേണ്ടി വന്നതാണ്. ഇനി പിന്നൊരിക്കൽ പറയാം ഇൻഷാ അല്ലാഹ്. നാളെ മറ്റന്നാൾ വേറെ വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒക്കെ ഉപകാരപ്പെട്ട വിഷയങ്ങളാണ് ഈ പറയുന്നതൊക്കെ. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അള്ളാഹിൻ്റെ പാർട്ടിയിൽ ഒതുങ്ങണം. അതിന് വളരെ പ്രയാസമുണ്ട്.
അതിലൊതുങ്ങണം. അതിലൊതുങ്ങനോ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും, പ്രയാസമുണ്ടാവും. ഒരിക്കലും കുഫ്ർ നമ്മൾ അംഗീകരിക്കൂല, ഒരിക്കലും നമുക്ക് ജീവിക്കാൻ വിടൂല. പ്രയാസങ്ങളുണ്ടാവും, കഷ്ടപ്പാടുണ്ടാവും. അത് പറയാനുള്ളൊരു കാരണം എന്തെന്നാൽ, എന്താണെങ്കിലും അമേരിക്ക ശരിയായിക്കോട്ടെ, പക്ഷെ അമേരിക്കൻ പ്രസിഡന്റിനോട് സംസാരിക്കാനില്ല. അതിൻ്റെ നിലപാടാണ്. കാരണം ലോകത്തുള്ള എല്ലാ തിന്മകളും അവരുടേതാണ്. അപ്പോൾ അവരായിട്ടുള്ള ഒരു ബന്ധം നമുക്കില്ല. അതിനെ മരിച്ചോട്ടെ, അതിനെന്താ? അത് നല്ല നിലപാടുകാരനാണെങ്കിൽ എന്ത്? നിങ്ങൾ വിചാരണ്ട അത്തരം ആളുകളെ പറ്റുന്നു. ആൺകുട്ടികൾ ഉണ്ടാവില്ല എന്ന് പറയാൻ കാരണം എന്താണെന്നറിയോ? ആൺകുട്ടികൾക്ക് അധികാരം കൊടുക്കൂല, ആൺകുട്ടികൾക്ക് ഉയർന്നു വരാൻ കഴിയൂല. ഒരു ആൺകുട്ടിക്ക് ഒറ്റക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. ഒരു സാഹചര്യത്തെ സൃഷ്ടിക്കാതെ ഒരു നേതാവ് ഉണ്ടാവില്ല. ഉമർ ഇബ്നുൽ ഖത്താബിനെ തിരിച്ചുകൊണ്ടിരണമെങ്കിൽ ഞാനൊരു പണി പറഞ്ഞുതരട്ടെ. ഉമർ ഇബ്നുൽ ഖത്താബിനെ തിരിച്ചുകൊണ്ടുവരാൻ എൻ്റെ കയ്യിൽ വഴിയുണ്ട്, പറഞ്ഞുതരോ? ഞാൻ തിരിച്ചുകൊണ്ട് നേരാ, ഉമർ ഇബ്നുൽ ഖത്താബിനെ മടക്കിക്കൊണ്ട് നേരാ തരട്ടെ. നമ്മളൊക്കെ നീതിമാന്മാരാകണം. അതിൻ്റെ അടിയിൽ നിന്ന് കടങ്ങുമ്പോഴാണ് എന്ത് കിട്ടുക? പാലായി കടഞ്ഞാലേ അമൃത് ഉണ്ടാവുള്ളൂ. അതിനിവിടെ കടിയണത് എന്താകണം? മൂത്രം കടഞ്ഞാൽ അമൃത് ഉണ്ടാവില്ല. മനസ്സിലായില്ല? ദേവന്മാരും അസുരന്മാരും പാലായി കടഞ്ഞപ്പോൾ എന്തുണ്ടായി? അമൃത് പുറത്തൊന്നും. അങ്ങനെ അമൃത് ഉണ്ടാവുള്ളൂ. അമൃത് മൂത്രം കടഞ്ഞാൽ ഉണ്ടാവില്ല. ചാണകക്കൊയ്പ്പ് കടഞ്ഞാൽ എന്തുണ്ടാവില്ല? അപ്പൊ പാലിന്റെ ഉൽപ്പന്നമാണ് അമൃത്. അപ്പൊ അതിന് ഇവിടെ ഭൂമിയിൽ എന്ത് വേണം? പാല് വേണടാ, അപ്പോഴേ അമൃത് ഉണ്ടാവുള്ളൂ. നമ്മളൊക്കെ ആരാകണം? നീതിമാന്മാർ, ശുദ്ധ നീതിമാന്മാരായാൽ നമ്മളടി ഒരു നേതാവ് വരും. ആ നേതാവ് ആരുമായിരിക്കും? അതന്നെ ഇന്നത്തെ അറബ് ലോകം യൂറോപ്യൻ അടിമകളാണ്. ഞാൻ അങ്ങോട്ടിട്ടത് നിങ്ങൾക്ക് സിന്ദാബാദ് വിളിക്കാം. അവരെ പതാക തോളിലിട്ടിട്ട് നിങ്ങൾക്ക് റമളാൻ മാസത്തിൽ വരെ അവരെ പതാക തോളിലിട്ടിട്ട് നിങ്ങൾക്ക് പരിപാടി നടത്താം. അത്രയേ ഉള്ളൂ. എനിക്കറിയാം നിങ്ങളൊന്നും അരക്കഴിക്കാൻ പറ്റൂല. നിങ്ങൾക്ക് ദീനില്ല. ദീൻ അതൊന്നുമല്ല. ദീന് ശൈത്താൻ്റെ പാർട്ടിക്കാരുടെ കൂടെ ദീനല്ല. നമ്മൾ പറയുന്നത് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിൽ ശൈത്താൻ അക്ബർ ആണെങ്കിൽ പിന്നെ അള്ളാഹു അക്ബർ എന്ന് പറ്റിക്കലാണ്. അള്ളാഹിനെ പറ്റിക്കല. മനസ്സിലായില്ല? മനസ്സിലാരാണ് അക്ബർ? ശൈത്താനാണ്. തൊള്ളയിലാരാണ്? അല്ലാണ്. അള്ളാഹു ഇതിന് മുനാഫിക്ക് അറിയാം. മനസ്സിൽ അള്ളാഹു അക്ബർ ആണെങ്കിൽ ജയിക്കും. തുറന്ന് പറഞ്ഞില്ല ജയിക്കും. അബൂതാലിബ് രക്ഷപ്പെടുമെന്ന് ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ടല്ലോ. കാരണം അബൂതാലിബ് സഹായിച്ചത് അബൂജാലിനല്ല, ആരെയാണ്? മുഹമ്മദ് മുസ്തഫ. അപ്പോൾ ജയിക്കും. ഇമാം സുയൂത്തി വരെ കിതാബുണ്ട്, പിന്നെ ജാതി അബൂതാലിബ്. അബൂതാലിബ് നാളെ പരലോകത്ത് രക്ഷപ്പെടുമെന്ന വിഷയത്തിൽ ഇമാം സുയൂത്തി തങ്ങൾക്ക് ഹാഫിദ് ജലാലുദ്ദീൻ കിതാബുണ്ട്. റളിയല്ലാഹു അൻഹു എന്ന് പറയണോ? പിന്നെ ആരാ ഞങ്ങൾ പറയണത്? അങ്ങനത്തെ ആൺകുട്ടി പിന്നെ ആരാ ഇവിടെ ഉണ്ടായത്? ഹാഫിദ് ജലാലുദ്ദീനെ പോലത്തെ ആൺകുട്ടി പിന്നെ ആരാ ഉണ്ടായത്? റളിയല്ലാഹു അൻഹു. എത്രയാ കിതാബ്! ആ വിജ്ഞാനാണ് ഇന്ന് നമ്മൾ കൊണ്ടിടക്കുന്നത്. ഹാഫിദ് ജലാലുദ്ദീനെ പോലത്തെ ആൺകുട്ടി പിന്നെ ആരാണ്? ഇൽമിന്റെ ലോകത്ത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ഇൽമിനെ ലോകാവസാനം വരെ നിലനിർത്താൻ വേണ്ടി അധ്വാനിച്ച ആൺകുട്ടിയാണ് ആര്? ഹാഫിദ് ജലാലുദ്ദീൻ. ഇമാം സുയൂത്തി തങ്ങൾ 25 വട്ടെങ്കിലും മുസ്തഫ നബി എന്റെ പൊരയെ കയറി വന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഹാഫിദ് ജലാലുദ്ദീൻ തങ്ങൾ റളിയല്ലാഹു അൻഹു. അവർക്ക് പോലും കിതാബുണ്ട്. ആരുടെ വിഷയത്തിൽ? അബൂതാലിബിന്റെ വിഷയത്തിൽ. നജാത്തു അബൂതാലിബ്. അബൂതാലിബ് നാളെ രക്ഷപ്പെടും. കാരണം സഹായിച്ചത് ആരല്ല. തൊള്ളോണ്ടൊന്നും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് നിങ്ങൾ നോക്കണ്ട. ഉള്ളിൽ എന്തുണ്ട്? ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉള്ള ആളാണ്. മനസ്സിലായില്ല? ലഖദ് അലിംതു ബി അന്ന ദീന മുഹമ്മദിൻ മിൻ ഖൈരി അദിയാനിൽ ബരിയത്തി ദീനാ. ഈ ലോകത്തെ ഏറ്റവും നല്ല മതം എന്റെ മകൻ മുഹമ്മദ് കൊണ്ടുവന്ന ദീനാണ്, എനിക്കറിയും എന്ന് പറഞ്ഞ ആളാണ് ആര്? ഈ അബൂതാലിബ്. എന്ന് മാത്രമല്ല, ഈ അബൂതാലിബ് ആരെ സഹായിച്ചു? ആയുസ് മുഴുവനും റസൂലുള്ളാഹിനെ സഹായിച്ചു. ഖദീജ ബീവിയും അബൂതാലിബും കൂടി വഫാത്തായപ്പോൾ അർശത്തിനല്ലേ ആംബുലൻസിന് പേര് വെച്ചത്. റസൂലുള്ളാഹിന്റെ അത്ര വലിയ സഹായം തന്നെയാണ് ആര്? അപ്പൊ സഹായിച്ചത് ആരെയാണ്? ഹിസ്ബുല്ലാനെയാണ്. തൊള്ളിയിൽ അല്ലാഹു പറഞ്ഞിട്ടില്ലാന്നേ ഉള്ളൂ. മനസ്സ് നിറച്ച ആരാണ്? നിന്റെ കുട്ടീനെ വിട്ടുതരൂല. നിങ്ങൾ ഈ പറഞ്ഞ നിനക്ക് അക്കം ഉറപ്പല്ലേ? ഉറപ്പാണ് എന്നാ പറഞ്ഞോ. അപ്പോൾ അവരെ ഉപരോധിച്ചു. ഉപരോധം ഞങ്ങൾ സഹിക്കാൻ തയ്യാറാണ്. നിന്റെ കുട്ടി പറഞ്ഞ ഹക്കാണ്, എന്റെ കുട്ടിക്ക് അറിയാം. നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ. അപ്പൊ ഷഅബ് അബി താലിബിലേക്ക് പോയി ഉപരോധിച്ചു. മക്ക അങ്ങാടി ഒരു മണി ഗോതമ്പ് കൊടുക്കാൻ പാടില്ല, വേണ്ട. ഞങ്ങൾ പട്ടിയാണെന്ന് മരിച്ചാലും നിന്റെ കുട്ടിനെ വിട്ടുതരൂല. റസൂലുള്ളാഹിനെ കൊല്ലാൻ വിട്ടുവന്നാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ആർക്ക്? അബൂ താലിബിന്. നിന്റെ കുട്ടിനെ വിട്ടുതരൂല. ആ നിലപാടിൽ നിന്നും ആര്?
അബൂ ത്വാലിബ് നാളെ രക്ഷപ്പെടുന്ന കൂട്ടത്തിൽപ്പെട്ട ആളാണ് പറഞ്ഞ ഒരാൾ ഇമാം സുയൂത്തിയാണ്. നിങ്ങൾ എനിക്ക് പ്രശ്നം ഉണ്ടാക്കണ്ട. നിങ്ങൾ എന്താ പറഞ്ഞു? എനിക്ക് വിഷയമല്ല. നിങ്ങൾ എന്താ പറയുക? വിഷയമല്ല. അത് സിയാവാദാണൊക്കെ നിങ്ങൾ പറഞ്ഞോളി. ഒരാൺകുട്ടി അത് പറഞ്ഞിട്ടുണ്ട്. അതായത് എത്രയോ ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ട അവസാനത്തെ ഒരാളാണ് ആര്? ഇമാം സുയൂത്തി തങ്ങൾ റളിയല്ലാഹു അൻഹു. ഞാൻ ഓലൊക്കെ ഒപ്പാണ്. ഞാൻ സുയൂത്തി തങ്ങൾ പറഞ്ഞാൽ അതന്നെ എനിക്ക് തീരും. അപ്പൊ തൊള്ളയിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ മനസ്സിൽ ആരുണ്ട്? അള്ളി റസൂലും ഇതുള്ള ആളാണ് ആര്? അതേ സമയത്ത് നമ്മൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാണ്ട് അവിടെ യോഗം കൂടിയാണ്. നമ്മളെ മനസ്സിൽ ആരാളുള്ളത്? ട്രംപ്. നമ്മളെ ഇമാമാരാ പറയടാ, നമ്മളെ ഇമാമാരാ ട്രംപ്, നമ്മളെ ഇമാമാരാ ദജ്ജാല്. നമ്മളെ പേര് എവിടെയുള്ളത്? എപ്സ്റ്റീൻ ഫയൽസിൽ. നമ്മൾ ഒരു കുഞ്ഞുമേമത് പോയാണ്ട് ഒരു കഷ്ണം കായബൻ്റെ കിസ് കൊടുക്കുക വെച്ചാൽ ആട്ടി വിടും. അതേ സമയത്ത് മറ്റൊരു പിന്നെ സിയോണിസ്റ്റുകൾ അട്ടിക്ക് കൂട്ടി വെച്ചുക. ഒരു വീട്ടിലെ കാർപ്പറ്റാണ് എന്ത്? പരിശുദ്ധ കിസ്വ. കാർപ്പറ്റ് ചവിട്ടി കിടക്കണ കാർപ്പറ്റ്. എന്നിട്ട് പറയാം ഞങ്ങൾ അറിയില്ല. അതെങ്ങനെ അറിയാക്കണം? ആ ജാതി കുളൂസ് നിങ്ങൾ പറയണ്ട. ഒരു ആലമുസലാത്തിൻ്റെ ഏടും കൊണ്ട് നിങ്ങൾ പോയി ഇറങ്ങിയാൽ പോലും വാങ്ങി വലിച്ചണം. എന്തേ ഇല്ലേ? ഒരു ആലമുസലാത്തിൻ്റെ ഏട് ഒളിച്ചു നടത്തണം. ഒരു കഞ്ചുല്ലാർസിൻ്റെ ഏട്, ഒരു ആലമുസലാത്തിൻ്റെ ഏട് ഇല്ലേ? ഒരു മങ്കൂസ് മൗലൂദ്, ഒരു ഷറഫുൽ ഏതെങ്കിലും ഏട്, എന്ത് ഏട് കണ്ടാലും ഖുർആനിലല്ലാത്ത ഏടും വലിച്ചണം. ഇവരാണ് എന്ത് ചെയ്യണത്? കാർപ്പറ്റാക്കി ചവിട്ടുക. എവിടെ? പരിശുദ്ധ കഅബയുടെ കിസ്വയിൽ. അവരൊക്കെ പിന്നെ ഇവരെ സിന്ദാബാദ് വിളിക്കണ കണ്ട് എടാ അതിനൊക്കെ വേറെ പണിക്കോയിക്കൂടെ എങ്ങായി എന്നെ മനുഷ്യന്മാർ നശിക്കാൻ കാരണം ഈ ദീനിൻ്റെ മുന്നിൽ നിൽക്കുന്ന ആളുകൾക്ക് പിശാച് തലേക്കറിയതാണ്. എന്തേ അങ്ങനെ തന്നെയല്ലേ? അത് മാത്രം മതി. കണ്ടോൽ ഇപ്പം തൃപ്പഞ്ചി മെമ്മൂലിയെ കണ്ടോൽ നന്നാവുമല്ലോ. എന്തുകൊണ്ട്? ആ മനുഷ്യൻ്റെ കൽബിൽ ആരാളു? അള്ളാന്ന് കണ്ടോനെ ബോധ്യപ്പെടില്ലേ? ഒരു വയലും പറയണ്ട, എന്തിനു വയൽ പറയണം? എന്തേ അങ്ങനെ തന്നെയല്ലേ? മുത്തറസുലക്കാന കരിലേൽക്കല കുറഞ്ഞ വാക്ക് പറഞ്ഞിട്ടു സഹായിക്കാൻ ആരുമില്ല. നിങ്ങൾ ഈ ലോകമൊക്കെ നന്നായില്ലേ? എന്ത്? ആ മനുഷ്യൻ്റെ കൽബിൽ ആരാളുള്ളത്? അള്ളാഹു. ഞാൻ പറഞ്ഞ ഷാഫി ഇമാമൻ തല്ലിട്ടി മരിച്ചു. എന്നാൽ ഇന്നത്തെയും ഇമാം ആരണ്യ ഷാഫി. അബു ഹനീഫ തല്ലിട്ടി മരിച്ചു. ഞങ്ങളോട് പറഞ്ഞില്ലേ തല്ലിട്ടിയതാണ് പെരുന്തല്ല്. അബു അഹമ്മദ് ബിൻ ഹംബൽ തല്ലിട്ടി മരിച്ചു. എന്നാലും ഇന്നത്തെ നേതാവ് ചാട്ടവാറിട്ട് അങ്ങാടിയിലിട്ട് അടിച്ചു. ആരെ? മാലിക് ഇമാമിനെ. 4 ഇമാമിങ്ങളെയും ഭരണാധികാരികൾ തല്ലിയിട്ടുണ്ട്. ഞങ്ങളോട് പറഞ്ഞിട്ടില്ലേ? പറ. ഇന്നും നേതാക്കൾ ആരണ്യാണ്? അവരെന്നെ. കാരണം അവർ നല്ലവരാണ്. ഈ ജനങ്ങൾക്ക് അറിയും. അന്നിപ്പോൾ മൊബൈലും കാര്യവും ഒന്നുമില്ലല്ലോ. എന്നിട്ടും ഇന്നും ജനങ്ങളത് പുറത്തറിയുന്നു. ഇവരൊക്കെ മരിച്ച കാലത്ത് ഒരു ഫോണുണ്ടോ? പറയാൻ ഉണ്ടോ? ഒന്നുമില്ലല്ലോ. ആയിരക്കണക്കിന് കൊല്ലം കഴിഞ്ഞിട്ടും മനുഷ്യന്റെ ഹൃദയത്തിൽ കൊത്തിയില്ല ആ പേര്. എന്തുകൊണ്ട്? അവരെ കൽബിൽ ആരുണ്ട്? അല്ലാഹ്. കൽബിൽ അള്ളണ്ട്. ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവരെ കൽബിൽ യൂറോപ്പും മറ്റേതും. ഇവരെ പേര് എഴുതിക്കുന്നത് ഖുർആനിലും ഹദീസിലല്ല. ഇവരെ പേര് എഴുതിക്കുന്നത് എപ്സ്റ്റീൻ ഫയൽസിലാണ്. എന്നിട്ട് നമുക്ക് അവർക്ക് അമ്മായിയാകുക. എന്ത്? നമുക്ക് എന്ത് വേണം? ഭയം വേണം, പണം വേണം. എന്നെ അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അത് പറയാൻ വന്നതല്ല. ഇന്നത്തെ ദിവസം എൻ്റെ മനസ്സിൻ്റെ ഒരു വേദന. ആ കുട്ടികൾ ജനിക്കണം ലോകത്ത്, രിജാലുണ്ടാകണം. ഇമാമാദി റളിയല്ലാഹു അൻഹു വരും. അതിന് എന്ന് വരുന്നത് നിങ്ങൾ എന്നോട് ചോദിക്കണ്ട. ഇമാമാദിൻ്റെ പണി നിങ്ങൾ എടുക്കണ്ട. നിങ്ങളെ പണി എടുത്താൽ മതി. ഇമാമാദി വന്നാൽ നിങ്ങൾക്ക് എന്താ? നിങ്ങൾക്ക് കുഴക്കാൻ മടിയല്ലേ നിങ്ങൾ ഇമാമാദിനെ എന്നെ ചോദിക്കണം? തിരിഞ്ഞില്ല. മഹദി ഇമാമ കഷ്ടപ്പെട്ടതുകൊണ്ട് നിനക്ക് സ്വർഗം കിട്ടുമോ? പിന്നെന്താ? മഹദി ഇമാമ മഹദി ഇമാമ വരാനയക്കണം. അതിൻ്റെ അർത്ഥം എന്താ? എന്നോട് അസംഗക്കാരൻ ആളുണ്ട് മമ്പാട്ട്. മൂപ്പര് പറഞ്ഞ തമാശാണ്. ഇന്നത്തെ മഹദി ഇമാമനെ അന്വേഷിക്കണവരെ പറ്റി പറയുമ്പോൾ എനിക്ക് അസംഗയൊക്കെ പറഞ്ഞു ഓർമ്മ വരും. അസംഗയൊക്കെ നമ്മളെ ഇവിടെ ഒരു മാൻപൻ്റെ വാപ്പ. ആ അസംഗയൊക്കെ എന്നോട് പറയുകയാണ്, ഞാനൊരു ചങ്ങായും കൂടി ഒരിക്കൽ ഒരു ആവശ്യത്തിന് വേണ്ടി റമളാൻ മാസത്തിൽ നിലമ്പൂർ അങ്ങാടിക്ക് പോയി. എന്തോ ഒരു കാര്യത്തിന് വേണ്ടി പോയതാണ്. അങ്ങനെ പോയി അങ്ങോട്ടും ഇങ്ങോട്ടും പീടിയൊക്കെ കയറി ഇതൊക്കെ ചോദിക്കണേ. പിന്നെ ഓനെ കാണാനില്ല. ഓനെ കാണാനില്ല. അങ്ങനെ വന്ന ആളെ കാണാനുമില്ല. ഞാൻ അന്വേഷിച്ച് നോക്കുമ്പോൾ ഒരു ഹോട്ടലിൽ ഓൻ ചോറുന്ന. അപ്പം ഞാൻ അവിടെ കയറി. അപ്പോൾ ഓൻ ചോറും തന്നെ. ഞാൻ കണ്ടിട്ട് ചഞ്ചാലിപ്പൊന്നും ഓനുണ്ടായില്ല. ആ ബരി ആ സാധനമൊക്കെ ബരി. അപ്പോൾ ഞാൻ അവിടെ പുറത്ത് പിന്നെ നിന്നു. അപ്പോൾ
പിന്നെ ചിന്നോട് പറഞ്ഞു പോരുന്നു. ചോറ് എനിക്ക് വരുമല്ല, ചിന്നോട് പറഞ്ഞു പോരും. ഞാൻ അങ്ങാടിയാകെ തപ്പിയല്ലോ. അപ്പോൾ ആ നല്ല പിന്നെ ഒന്ന് അണയാറ്. അതിൻ്റെ അടിയിൽ അവൻ ചോദിച്ചാൽ എന്ത് ഇക്കൊല്ലം നമുക്ക് 30 കിട്ടൂലേ എന്ന്. അസങ്ങായക്കാരോട് ചോദിച്ചു നോക്കി. അസങ്ങായ എപ്പോഴും മരിച്ചിട്ടില്ല. ഓനെപ്പോഴും എന്താണ് അപ്പം ചോദിക്കാണ് ഇക്കൊല്ലം നമുക്ക് 30 കിട്ടൂലേ. അങ്ങനെയാണ് ഇപ്പൊ ഇമാമ ഇതിനെ ചോദിക്കണത്. അല്ല എന്റെ പണി ചെടുത്ത പോലെ മഹദി ഇമാമിന് മഹദി ഇമാമ് വരുന്ന ഡേറ്റ് ആർക്കറിയും? അള്ളാഹ്ക്കറിയും. ആ ഡേറ്റിനല്ലേ വരിക. ഇജ്ജെന്തിന് ബേജാറാണ്? ഇജ്ജ് മരിച്ചിട്ട് വന്നോട്ടെ, അൽഹംദുലില്ലാ. എൻ്റെ ഡ്യൂട്ടി എടുത്ത് എനിക്ക് പോയാൽ പോലെ. ഇജ്ജ് എൻ്റെ ഡ്യൂട്ടി എടുത്ത് പോയാൽ വല്ലദീന സബഖൂന ബിൽ ഈമാൻ എന്ന മഹദി ഇമാമിന്റെ ദുആയിൽ കൂടുമല്ലോ. പോരെ? ആണോ അല്ലേ? പറയടാ, ആണോ അല്ലേ? വല്ലദീന ജാഉ മിൻ ബഅദിഹിം യഖൂലൂൻ റബ്ബനാ ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂന ബിൽ ഈമാൻ. പക്ഷേ എനിക്ക് മുമ്പ് കടന്ന ഈമാനുള്ളവർക്കൊക്കെ പുറത്തു കൊടുക്കണേ മഹദി ഇമാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയൂലേ? പറയടാ, പറയൂലേ? അതിലിച്ച് കൂടൂലേ? എന്റെ പണിയെടുത്താൽ അപ്പൊ എന്റെ പണി മഹദി ഇമാമിന്റെ ഡേറ്റ് വെക്കലല്ലോ. എന്റെ പണി എന്താ? നമ്മള് അല്ലാഹുവിന്റെ ഹിസ്ബുല്ലാഹ് ഉലൈക ഹിസ്ബുല്ലാഹ് അലാ ഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ മുഫ്ലിഹൂൻ. നമ്മളെ പണി എന്താ? പറയാ, നമ്മളെ പണി എന്താ? അള്ളാന്റെ പാർട്ടിയിൽ ഒന്ന് കഷ്ടപ്പെടുക. മഹദി ഇമാം വന്നോടെ അനക്കണ്ട. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായോ? അതിനിടയിലൊക്കെ ദുഃഖം. ഒരു യുഗത്തിങ്കൽ ഒരിക്കലോ മറ്റോ തിരുവവതാരം ജഗദീശൻ ചെയ്യൂ. അതിന് മുമ്പിലും അതിനു പിമ്പിലും ശിരിക്കുമർത്യർത്ഥൻ ഭരം സുദുസ്സഹം. ഉള്ളൂരിൻ്റെ ഒരു കവിതയാണ്. അതിനു മുമ്പിലും അതിനു പിമ്പിലും ശിരിക്കുമർത്യർത്ഥൻ ഭരം സുദുസ്സഹം. അവതാരം എന്ന വിശ്വാസക്കാരനാണ് ഉള്ളൂര്. പരമേശ്വരിയുടെ കവിതയാണ്. പക്ഷെ കവിതയിൽ ഒരു അർത്ഥം കിടക്കുന്നുണ്ട്. ഒരു നൂറ്റാണ്ടിൽ ഒരാളെ വരൂ, അവർ പറയാം അവതാരം. നമ്മൾ ആ അവതാരം എന്ന് മാറ്റുക. ഒരു മുജദ്ദിദ് ഒരു നൂറ്റാണ്ടിലാണ് വരിക. മനസ്സിലാണോ പറഞ്ഞത്? അതിന് മുമ്പിലോ ഒരു വന്നവിടെ എല്ലാം ശരിയാവും. ഉള്ളൂർ പറയാ അവർ അവതാരം വന്നാൽ ശരിയാവും. നമ്മൾ അതാണ് മാറ്റിയിട്ട് ഒരു മുജദ്ദിദ് വെച്ചാൽ അവസാനത്തെ മുജദ്ദിദാണ് ആര്? ഇമാം മഹ്ദി. അതിന് മുമ്പിലും അതിനു പിമ്പിലും ചിരിക്കുമർത്യർത്ഥൻ ഭരം സുദുസ്സഹം. അതിന് മുമ്പുള്ളവൾക്ക് സുഖവും ദുഃഖവും ഒക്കെ സമ്മിശ്രമായി കിട്ടും. ചിലപ്പോൾ നീണ്ട ദുഃഖം ഉണ്ടാവും, നീണ്ട വിഷമം ഉണ്ടാവും. കാരണം വരേണ്ട ആൾ വന്നിട്ടില്ല. അപ്പം നമ്മൾ വിഷമമുള്ള കാലത്താണ്. മഹ്ദിമ വന്നാൽ ദുഃഖം എന്ന് പറയും. ഭൂമിയിൽ യംല ഉൽ അർള അദ്ലൻ, ഭൂമിയിൽ എന്ത് നടക്കും? നീതി നടക്കും. അപ്പോൾ നമുക്കൊരു പേടിയില്ല. അരി ഇട്ടില്ലെങ്കിൽ എന്ത് കിട്ടും? നീതി കിട്ടും. മനുഷ്യന്മാർക്ക് വേണ്ടത് അരിയല്ല, എന്താണ്? നീതിയാണ്. അതിപ്പോൾ കിട്ടല്ല. മഹ്ദിമ വന്നാൽ ഇങ്ങോട്ട് നോക്ക്. മഹ്ദിമ വന്നാൽ ഇങ്ങോട്ട് നോക്ക്. മഹ്ദിമ വന്നാൽ നീതി നടക്കും. അതുവരെ നീതി ഉണ്ടാവില്ല, കഷ്ടപ്പാടുണ്ടാവും. അപ്പോൾ ആ കൂലിയും കൂടി നമുക്ക് കിട്ടും. അപ്പം നമ്മളിപ്പോൾ മഹ്ദിമാം ഇല്ലാത്ത ഇങ്ങോട്ട് നോക്കും. മഹ്ദിമാം ഇല്ലാത്തൊരു കാലത്താണ്. ആയിക്കോട്ടെ, അത് നല്ലതല്ലേ? എന്തുകൊണ്ട്? അപ്പം നമുക്ക് എന്താ എന്തിനു കഴിഞ്ഞു? കഷ്ടപ്പെടാൻ കഴിഞ്ഞില്ലേ? ഇജാ മറ്റേ പാർട്ടിക്കാരെ കൂട്ടത്തിൽ പോയി സിന്ദാബാദ് വിളിക്കേണ്ട ചങ്ങായി. തലയെക്കെട്ടിയാരെ ഞങ്ങൾ ആക്ര നാശാക്കണ്ട. എപ്സ്റ്റീൻ ഫയൽസിൽ പേരുള്ളവരെ നാട്ടിൽ പോയിട്ട് അവർക്ക് അമ്മായിയായി നിൽക്കണ്ടട്ടാ, നിങ്ങൾ കുടുങ്ങും. അള്ളാഹുവിൻ്റെ പരിശുദ്ധ കഅബാലയത്തിലെ കിസ് വരെ മാനം കെടുത്തിയ പാർട്ടികൾ, ആ പാർട്ടികൾക്ക് ഇജ് സിന്ദാബാദ് വിളിച്ചു പോലെ അമ്മായിയായി ഇജ് നടന്നാൽ അള്ളാഹിൻ്റെ ഹിസ്ബ എങ്ങനെ ഇജാകുക? ഇജാടാ ശൈത്താൻ്റെ ഹിസ്ബല്ലേ? ആരെ പേരൊക്കെ ഇല്ലാത്ത ഇജ് ശൈത്താൻ്റെ ഹിസ്ബല്ലേ? എൻ്റെ തൊള്ളയിൽ അള്ളാന്നാണെങ്കിലും എൻ്റെ മനസ്സ് ശൈത്താനല്ലേ? അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ചിന്തിച്ചോളി. അപ്പം ആൺകുട്ടികൾ ഇനി അടുത്തൊന്നും വരൂല. പിന്നെ ആൺകുട്ടി വരും. ആൺകുട്ടി വരും. അപ്പം ഇത് നന്നാക്കി തീർക്കാൻ നമ്മളെ കടമയല്ല. നമ്മളെ കടമ എന്താ? മനസ്സിലായി? നമ്മളെ കടമ എന്താണ്? ഇപ്പം നഷ്ടം പറ്റിപ്പോകുന്നൊരു കമ്പനിക്ക് അടുത്ത കൊല്ലം ഒരു മാനേജർ വരും എങ്കിൽ ആ അടുത്ത കൊല്ലം വരെ ഈ കമ്പനിയിലെ ജോലിക്കാരെ ബാധ്യത എന്തേ ഉള്ളൂ? ഇത് പിടിച്ചിന്ന് കൊണ്ടുപോവുക. ഈ കാലത്ത് എന്ത് കിട്ടൂല? ലാഭമൊന്നും കിട്ടൂല. എന്നാലും ഇത് കമ്പനി ഇവിടെ പൂട്ടാൻ തന്നാലല്ലേ മാനേജർക്ക് ഇവിടെ കരി കുതിർക്കാൻ പറ്റുള്ളൂ. പറയും കുട്ടികളെ. അപ്പൊ നമ്മളെപ്പത്തെ ബാധ്യത എന്താ? ഈ കമ്പനി പൂട്ടാതെ കൊണ്ടുപോവുക. അതിന് നമ്മൾ കഷ്ടപ്പെടണം. യഥാർത്ഥ മാനേജർ വരുമ്പോൾ പണിക്കാർക്ക് ഒരു പക്ഷെ അത്ര പണിയൊന്നും ഉണ്ടാവില്ല. അതിനേക്കാൾ ടെക്നിക്ക് അയാൾക്കറിയും. കമ്പനി വലിയ ലാഭത്തിലാവും. അപ്പൊ ഇക്കാലത്ത് പണിയെടുക്കുന്നവർക്ക് ലാഭം ഇല്ലതാനും മര്യാദക്ക് ശമ്പളം കിട്ടൂല, അധ്വാനം കൂടുകയും ചെയ്യും. പക്ഷെ എന്നാലും ഇവർ എന്ത് ചെയ്തിട്ടുണ്ട്? കമ്പനി നടത്തിക്കൊണ്ടുപോയി.
യഥാർത്ഥ നല്ല മുതലാളിമാരാണെങ്കിൽ ഇവരെ ഒരു കാലത്ത് പിരിച്ചുവിടില്ല. കാരണം കുടുങ്ങിയ കാലത്തും ഒപ്പം നിന്നതാണ്. ഇപ്പൊ ഒരു ക്ഷീണത്തിന്റെ കാലാണ്. മഹദിമാമ വരുന്നവരെ നമുക്ക് എന്തെന്നെയാണ് ക്ഷീണമാണ്. നമ്മൾ സഹിക്കണം. ചീത്ത വിളിക്കും കേൾക്കണം, പച്ച ചീത്ത വിളിക്കും കേൾക്കണം. ഒപ്പിച്ചൊപ്പിച്ച് കാര്യങ്ങൾ കൊണ്ടുപോകണം. ഒരു നീതി കിട്ടാത്തവനെ കണ്ടാൽ ഓൻ്റെ നീതി കൊടുക്കാത്തവൻ്റെ പാർട്ടി കൂടെയല്ല പറഞ്ഞത്, ഓനോട് ആശ്വാസങ്ങൾ കലങ്ങൻ തന്നെയാണല്ലോ, സാരല്ല കുറച്ച് കഴിഞ്ഞാൽ കിട്ടുമെന്ന് പറഞ്ഞു ഓനെ ആശ്വസിപ്പിക്കുക. അല്ലാതെ നമ്മളെ പോട്ട പിറ്റേന്ന് നീതി കൊടുക്കാത്തവൻ്റെ കൂട്ടത്തിൽ ഈ ഇപ്പം കണ്ടപ്പോൾ എൻ്റെ കൽബിൻ്റെ വിഷമം ധരിക്കും. നിങ്ങളിവിടെ ഉണ്ടോ അല്ലേ പറയട ചങ്ങായി, മനസ്സിലായോ? ഒരാൾ ഒരു നീതി കൊടുക്കണില്ല, ഈ വലിയ കൂട്ടർ നീതി കൊടുക്കണില്ല താഴെയുള്ളവർക്ക്. അപ്പം നമ്മളെ ബാധ്യത എന്താ? ഈ മൂല്യരെ ബാധ്യത എന്താ? ആ സാധുവിൻ്റെ പുറത്ത് തട്ടിയിട്ട് ഇക്കാലം അങ്ങനെ തന്നെയാണ് മോനെ, ബേജാറാണ്ടട്ടോ എന്ന് പറഞ്ഞ ഓനെ ആശ്വസിപ്പിക്കുക. പിറ്റേന്ന് നേരം നോക്കുമ്പോൾ ആ ചങ്ങായി പത്തെടുത്ത് നോക്കുമ്പോൾ ഈ നീതി കൊടുക്കാത്ത അക്രമിയായ തമ്മാടിയായ മുതലാളിൻ്റെയും നേതാവിൻ്റെയും കൂടെയാണ് നമ്മളെ മൂല്യർ ഉത്തരിക്കണമെങ്കിൽ ഓനെ വിഷമത്രേ എന്നല്ല. ഓൻ്റെ മകൻ എന്താ പറയും ദീനെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ തട്ടിപ്പ എന്തേ പറയില്ല. നല്ലോണം ചിന്തിക്കണം. പള്ളി കമ്മിറ്റിൻ്റെ പ്രസിഡന്റ് മോശക്കാരനാണെങ്കിൽ മകൻ നിരീശ്വരവാദിയാവും. മൂല്യമാർ മഹലിൽ കളിച്ചാൽ പള്ളി കമ്മിറ്റിയിലെ മക്കൾ മുജാഹിദാവും. എന്തേ? പാപ്പാൻ്റെ അടുത്ത് കളിക്കണത് ഈ മക്കൾ കണ്ടിട്ട് ഓലെന്ത് വിചാരിക്കും? ഇതൊക്കെ തട്ടിപ്പാണ്. ആണോ അല്ലേ? അപ്പം മൂല്യന്മാർ എന്താണെങ്കിലും കളിക്കരുത്. കാരണം പിൽക്കാല ജനതയെ അത് നാശാക്കും. നന്നാകൽ നാശാക്കലൊക്കെ മുന്നിൽ നിൽക്കുന്നവരെന്ന് ഈ തമ്മാടികളും മുട്ടാളന്മാരുമായ ജനതയ്ക്ക് മുന്നിൽ ഒരു മനുഷ്യൻ എണീറ്റുന്നു. ആ മനുഷ്യൻ്റെ കൽബിൽ അള്ളയാണ് ഉള്ളത് എങ്കിൽ അതെല്ലാവർക്കും ബോധ്യപ്പെട്ടു. ഇറുക്കനിൻ്റെ കൊട്ടാരത്തിൽ മക്കാരായ സഹാബികളോട് ചോദിച്ചില്ലേ എന്താണ് ആ മനുഷ്യനെ പറ്റിയത്? അപ്പോൾ പറഞ്ഞു ഞാൻ എന്ത് അല്ല ജാഫർ ബിൻ അബി താലിബ് നജ്ജാശിയെ ചോദിച്ചു. അപ്പം നജ്ജാശിയോട് ജാഫർ ബിൻ അബി താലിബ് പറയാണ്, ഞങ്ങൾക്ക് ബാപ്പയാരും ഉമ്മയാരും അറിയില്ല, ഞങ്ങൾക്ക് നീതി എന്താ സത്യം എന്താണെന്ന് അറിയില്ല, ഹക്കെന്താ ബാത്തിൽ എന്താണെന്ന് അറിയില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ തൊലാഫീന റജുലുൻ ഒരാളെ ഞങ്ങൾക്ക് കിട്ടി. ആ ആള് ഞങ്ങൾക്ക് ബാപ്പയാരാന്ന് പഠിപ്പിച്ചു, ഉമ്മയാരാന്ന് പഠിപ്പിച്ചു, നീതി എന്താണ് സത്യം എന്താന്ന് പഠിപ്പിച്ചു. നിങ്ങളെ തലവെട്ടിയാലും ആ ആളെ ഞങ്ങൾ വിടൂല. ഇതല്ലേ നീതി പറയും മനുഷ്യന്മാരെ. ആ ജനങ്ങളൊക്കെ ഒതുങ്ങിയത് റസൂലുള്ളാഹിന്റെ എന്തുകൊണ്ടാണ്? സത്യവും നീതി. അപ്പോൾ ഒരു ജനത നന്നാകണമെങ്കിൽ നിങ്ങൾ ഒരു വയലും പറയണ്ട, നിങ്ങളൊരു സമ്മേളനം നടത്തണ്ട, നിങ്ങൾ എന്ത് ചെയ്താൽ മതി. അതൊന്നും നടത്തിയോണ്ട് ഒരു കാര്യമല്ല. ആ വന്നവർക്ക് പൊടി മൂക്കുകൂടി കയറുന്നല്ലാതെ നിങ്ങൾ 10 ലക്ഷം ആളെ കൊണ്ട് സമ്മേളനം നടത്തിയാൽ ആ നന്നവർക്കൊക്കെ പൊടി മൂക്കുകൂടി കയറും, ഈമാൻ കയറില്ല. അതേസമയത്ത് മുന്നിൽ നിൽക്കുന്ന ആൾക്ക് ആരുണ്ട്? ഓൻ ഒരുത്തനെ വരെ വെക്കൂല ആരല്ലാതെ. എങ്കിൽ നിങ്ങൾ ഒന്നിൻ്റെ ആവശ്യമില്ല, ഇവരൊക്കെ ഒന്നോ തന്നെ. ഞങ്ങൾക്ക് എന്താണ് നീതി, എന്താണ് സത്യം, ആരാണ് വാപ്പ, ആരാണ് ഉമ്മ, എന്താണ് ഹക്ക്, എന്താണ് ബാത്തില് എന്നറിയാത്തൊരു കാര്യം ഉണ്ടായിരുന്നു. എന്താണ് ഞങ്ങളെ ഭാര്യ, എന്താണ് മറ്റവന്റെ ഭാര്യ, ഞങ്ങൾ കണ്ടതിനൊക്കെ കയറി നടന്നൊരു കാലം ഞങ്ങൾക്കുണ്ടായിരുന്നു. ആരെ മുതൽ ഞങ്ങൾക്ക് ബോധമല്ല, ഞങ്ങൾ എന്ത് കിട്ടിയാലും എടുക്കും. അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഒരാൾ വന്നു, ആൾ ഞങ്ങൾക്ക് ഹക്കും ബാത്തിന് പഠിപ്പിച്ചു. ആ ആൾക്ക് ഉമ്മാമ്പായ വാപ്പനെ പഠിപ്പിച്ചു, ആ ഇരുട്ട് വെളിച്ചം പഠിപ്പിച്ചു. അപ്പോൾ ഞങ്ങൾ ആ ആളാ, നിങ്ങൾ ഞങ്ങളെ തല വെട്ടിയാലും ആ ആളെ ഞങ്ങൾ വിട്ടൂല, ഒഴിവാക്കരുത്. നിങ്ങൾ എന്ത് ചെയ്തു? എങ്ങനെയുണ്ട്? നജ്ജാശിനെ എന്ത് ചെയ്തു? മേശമല്ലടിച്ചു. അത് ഹാവുലായിരിച്ചാൽ ഇവരാണ് ആ കുട്ടികൾ. നിങ്ങൾ പോയിക്കൊള്ളുന്നത്. നിങ്ങൾക്ക് എത്ര വല്ല പുറക്കാറ്? അപ്പുറത്തിപ്പുറത്തൊക്കെ അയാളുടെ മതത്തിലുള്ള മതാധ്യക്ഷന്മാരുണ്ട്. ഓരോട് പറഞ്ഞു നിങ്ങൾ പറഞ്ഞു നോക്കി, ആൺകുട്ടികൾ ഇങ്ങനത്തെ പറയാം. എനിക്ക് ആൺകുട്ടികളെ കാണുന്ന ഒരു പൂതി ഉണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച് ആൺകുട്ടികളെ കണ്ടല്ലോ. കൊട്ടാരത്തിലേക്ക് കയറി വന്നപ്പോൾ ഇവർ തല കുനിച്ചിട്ടില്ല. രാജാവിൻ്റെ മുന്നിൽ തല കുടിക്കണമെന്ന് അബ്സീനിയയിലെ നിയമ. ഇവർ അങ്ങനെ ആൺകുട്ടികളെ വന്നു നിന്ന് ഇതിനെ രാജാവ് ഒളിപ്പിച്ചു വെച്ചു. അപ്പോൾ അപ്പുറത്തുള്ള മതാധ്യക്ഷന്മാർ പറഞ്ഞു ഇവരെന്ത് ചെയ്തിട്ടില്ല, രാജാവിൻ്റെ മുന്നിൽ കുനിച്ചില്ല. അപ്പോൾ ഇവർ പറഞ്ഞു, ജാഫർ ബിൻ അബി താലിബ് തങ്ങൾ പറഞ്ഞു, ഞങ്ങൾ അള്ളാഹിൻ്റെ മുന്നിലല്ലാതെ കുഞ്ഞനല്ല. ഫലക്കും ഫീ മായക്കും എന്നിട്ടുണ്ടാണൊക്കെ ഉണ്ടായിക്കോട്ടെ. അപ്പോൾ ഈട്ടാണ് ആൺകുട്ടി. നിങ്ങളൊക്കെ പെണ്ണുങ്ങളല്ലേ, എനിക്ക് കുഞ്ഞിടക്കണേ, നിങ്ങളൊക്കെ പെണ്ണുങ്ങളല്ലേ. എനിക്ക് എൻ്റെ ആയുസ് മുഴുവൻ ആഗ്രഹമാണ് എന്ത്? ആൺകുട്ടികളാണ്. നിങ്ങൾ ആൺകുട്ടികളാണ്, നിങ്ങൾ പോയിക്കോളൂ. നിങ്ങൾ എത്ര കാലം ഇവിടെ വളർത്താൻ എനിക്ക് സന്തോഷമുള്ളൂ. മനസ്സിലായോ? എന്തേ കാരണം? അവർക്കൊരു നേതാവുണ്ട്, മുഹമ്മദ്. അതന്നെ, ആ ആളെ ഒരു ദറാക്ക് വിടൂല, ഒരാളെ കളിക്കും വിടൂല, ഒരാളെ കളിക്കും വിടൂല, ഒരു കളിക്കും വിടൂല, ഒരുത്തനും വിടൂല, ഒരു മുതലാളിയും വിടൂല. ഒരുത്തന്നെ ഒരു നോട്ടമല്ല, മുതലാളിയാണെന്നോ മറ്റോനാണെന്നോ നോട്ട ആൾക്കില്ല. കാര്യം ആരുടെ മുന്നിലും അതിലൊന്നും വിടണല്ല, ദറാക്ക് വിടൂല. അടിമയെ
അടിമയെ യാ അബ്ദി യബ്ന സൗദാ എന്ന് വിളിച്ചതിൻ്റെ പേരിലാണ് ഒരു സഹാബിയെ ഇന്നക മർഊൻ ഫീക ജാഹിലിയ, നിനക്കിപ്പോഴും ജാഹിലിയത്ത് മാറിയിട്ടില്ല എന്ന് പറഞ്ഞു. ആ സാഹിബ് റസൂലുള്ളാഹിന്റെ തൊട്ടടുത്ത ആളുമാണ് റസൂലുള്ളാഹിന്റെ തൊട്ടടുത്ത ആളാണ് ആ സഹാബി. യബ്ന സൗദാ, ഒരു അടിമക്കുട്ടിയെ എന്ത് വിളിച്ചുപോയി? കറുത്ത പെണ്ണിന്റെ മകനേന്ന് വിളിച്ചുപോയി. ആ കുട്ടി പോയി റസൂലുള്ളാഹിനോട് പറഞ്ഞു, ഇന്ന് എൻ്റെ യജമാനൻ യബ്ന സൗദാ എന്ന് വിളിക്കുന്നുണ്ട്. വിളിച്ചു. ഇന്നക മർഊൻ ഫീ ജാഹിലിയ, നിസ്കരിച്ചാണെന്നല്ല എന്താ കാര്യം? ഇപ്പോഴും ആരെന്നെ ജാഹിലിയത്തില. സാധുവായ കുട്ടിനെ കറുത്തോളം മോനെന്ന് വിളിക്കേ. ഓൻ തെറ്റിപ്പോയാൽ നമുക്ക് വോട്ട് പറയുമെന്നുള്ള നോട്ടം ആർക്കില്ല, റസൂലുള്ളാഹിക്കില്ല. അങ്ങനത്തെ നോട്ട് ആൺകുട്ടിയൊക്കെ ഒരു കാലത്തും ഉണ്ടാവില്ല. സുന്നികളും മുജാഹിദുകളും തമ്മിൽ ഒരു വിഷയത്തിൽ തർക്കമുണ്ടായപ്പോൾ എന്നെ എന്തുണ്ടായെന്നറിയാം? അവിടുത്തെ മുജാഹിദ് വിഭാഗം പ്രധാനപ്പെട്ട ലീഗുകാരാണ്. അപ്പോൾ സുന്നികളും മുജാഹിദ് തർക്കമുണ്ടായപ്പം ഒരു പള്ളിയുടെ കാര്യത്തിൽ തർക്കമുണ്ടായി. ആ പള്ളി സുന്നികൾക്കാണ് അതിൻ്റെ നീതി എന്ന് പറഞ്ഞു. ഉമർ ശിഹാബ് തങ്ങൾ വിധി കൽപ്പിച്ചു. അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ. അവർ നല്ല മനുഷ്യനാണ്. ഉമർ ശിഹാബ് തങ്ങൾ നല്ല മനുഷ്യനായിരുന്നു. അള്ളാഹു അവർക്ക് ദർജയേറ്റി കൊടുക്കട്ടെ. സത്യല്ലേ സലാമേ? ഒക്കെ ആ അനുഭവത്തിൽ ഇവിടെ ഉണ്ട്. അപ്പോൾ പിന്നെ ആ മുജാഹിദ് വിഭാഗത്തിൽപ്പെട്ട ലീഗ് നേതാക്കന്മാർ എന്ത് പറഞ്ഞു? പിന്നെ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അവിടുത്തെ ലീഗാണ് പിരിച്ചുവിടുന്നത്. അപ്പോൾ ഉമർ തങ്ങൾ പറഞ്ഞു, ലീഗ് പിരിച്ചുവിടുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ആ കൊടിൻ്റെയും ബോർഡിൻ്റെയും ആവശ്യം ഉണ്ടാവില്ലല്ലോ, അത് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ഇക്കാക്കാൻ്റെ പേരേക്ക് അങ്ങോട്ട് കൊടുത്തോളാം. പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് കൊടിയും ബോർഡിൻ്റെയും ആവശ്യമില്ലല്ലോ, നിങ്ങൾ അത് ഇവിടെ എത്തിച്ചാൽ മതി. ഇക്കാക്കാനോട് എത്തിക്കണ കാര്യം ഞാനേറ്റു. നിങ്ങൾ വണ്ടി വിട്ടുള്ളത് അത് ആൺകുട്ടികളാണ്. അതിനാണ് ആൺകുട്ടി അറിയാം, അത് ആൺകുട്ടിയാണ്. ഓല് ആരാളെയും പിടിക്കില്ല. ലാ യഖാഫൂന ലൗമത ലായിം, ഒരുത്തനും പിടിക്കില്ല. അതാണ് ആൺകുട്ടികൾ. നിങ്ങൾ വണ്ടി വിട്ടുള്ള, നിങ്ങൾ പോയത് ലീഗിന് ചുക്കും വരില്ല എന്നർത്ഥം. പിന്നെ വന്നോക്കെ വന്നോട്ടെ, എന്താണെന്ന് ഞങ്ങൾക്ക് വിഷയമില്ല. ഞങ്ങൾക്ക് നീതിയാണ് ഞങ്ങൾ വിഷയം. അതല്ലേ എൻ്റെ സത്യം. അതാണ് ആൺകുട്ടികൾ. അവരാണ് ബഹുമാനിക്കേണ്ടത്. അള്ളാഹു അവരെ ദർജയേറ്റി കൊടുക്കട്ടെ. അവരാണ് ആൺകുട്ടികൾ. അവരാണ് ഉലൈക ഹിസ്ബുല്ലാഹ്. അവർ അള്ളാഹിൻ്റെ വാർത്തയാണ്. അവരൊരാളെയും പേടിക്കില്ല. അള്ളാഹു തആല നമ്മളെ മുത്തഖീങ്ങൾ പെടുത്തട്ടെ. ഞാനൊരു 10 മിനിറ്റ് ഇറാനിൽ വന്ന സംഭവവികാസങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് തുടങ്ങിയതാണ്. വിഷയത്തിന് കിതാബുകൾ നിറച്ചുകൂടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ നിന്നത് പറയുന്നില്ല. ഇനി മറ്റൊരിക്കൽ പറയാം, അത് പിന്നൊരിക്കൽ പറയാം. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് എൻ്റെ അളമത്തിനും അറിയാത്ത ആരിഫല്ലാത്ത ഒരു വസ്തു ഈ ലോകത്തില്ല എന്ന് ഇന്നലത്തെ പാടത്ത്. അതിൻ്റെ ബാക്കി പറയലായിരുന്നു, പിന്നൊരിക്കൽ പറയും ഇൻഷാ അല്ലാഹ്. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. അള്ളാഹുവിൻ്റെ പാർട്ടിയാകുമ്പോൾ വിഷമങ്ങളുണ്ടാവും, പ്രയാസമുണ്ടാവും, കഷ്ടപ്പാടും ചീത്ത കേൾക്കും, എല്ലാം കൂട്ടത്തിൽ കൂട്ടൂല, പലതും ഉണ്ടാവും. അങ്ങനെ വിഷമിക്കണ്ട. ആ വിഷമം തന്നെയാണ് ലാ യഖാഫൂന ലൗമത ലായിം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവരെ ആക്ഷേപിക്കുന്നതാണല്ലോ. ഒരു ആക്ഷേപകൻ്റെ ആക്ഷേപവും അവർ വിലവെക്കൂല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അവരെ ജനങ്ങൾ ഒരു ആക്ഷേപകൻ്റെ ആക്ഷേപത്തെ അവർ വിലവെക്കൂല പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അവരെ ജനങ്ങൾ ആക്ഷേപിക്കുന്നല്ലേ എൻ്റെ അർത്ഥം. ആക്ഷേപിച്ചോട്ടെ, നിർബന്ധി. ഇവിടെ അള്ളാഹു ആക്ഷേപിക്കുമ്പോഴേ പ്രശ്നമുള്ളൂ. അള്ളാഹു ആക്ഷേപിച്ച കഴിഞ്ഞല്ലോ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മൾ ഒഴിവാക്കിയിട്ട് അള്ളാഹു ഇഷ്ടപ്പെടുന്നവരെ ഉലായിക്ക റളിയല്ലാഹു എന്നാണ്. ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ നിർത്തിത്തരട്ടെ. അള്ളാഹു ഇഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ അള്ളാഹു നിർത്തിത്തരട്ടെ. അള്ളാഹു ഇഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ അള്ളാഹു നിർത്തിത്തരട്ടെ. അള്ളാഹു ആക്ഷേപിച്ച കൂട്ടത്തിൽ കൂടുന്നതിനെ തൊട്ട് അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറാനിൽ മരിച്ചവർക്കൊക്കെ, അള്ളാഹു സുബ്ഹാനഹു യുദ്ധം കാരണം മരിച്ചവർക്കൊക്കെ, അത് കാരണം ഇറാനിലാണെങ്കിൽ അബുദാബിയിലാണെങ്കിൽ എവിടെയാണെങ്കിലും ആരൊക്കെ എവിടെയൊക്കെ മരിച്ചു എന്ന് കേൾക്കുന്നുണ്ട്. അവർക്കൊക്കെ അള്ളാഹു തആല മഗ്ഫിറത്ത് കൊടുക്കട്ടെ. മനസ്സറിഞ്ഞ് ആമീൻ പറയും. അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ആ യുദ്ധം അള്ളാഹു തആല എത്രയും പെട്ടെന്ന് നിർത്തിത്തരട്ടെ. ആ യുദ്ധം അള്ളാഹു തആല നിർത്തിത്തരട്ടെ. ഗൾഫ് മേഖലയിൽ അള്ളാഹു തആല സമാധാനം സ്ഥാപിച്ചിരട്ടെ. ഇറാനിലും എവിടെയൊക്കെയാണ് അള്ളാഹു എന്തൊക്കെയാണ് പീഡിണ്ടായത്. റമദാൻ മാസത്തിൽ കുട്ടികളൊക്കെ കരിഞ്ഞിരിക്കുകയാണ്. ഭയങ്കര വിഷമത്വം. ഇന്നലെ നോമ്പറക്കാൻ വേണ്ടി നോക്കുമ്പോൾ എനിക്കങ്ങനെ തോന്നിപ്പോയി, പഠിച്ചവനെ എൻ്റെ സഹോദരന്മാർ ഇപ്പോൾ ഇറാനിൻ്റെ അവസ്ഥ എന്താണ്, ഗൾഫ് രാജ്യത്തെ അവസ്ഥ എന്താണ്, അവരൊക്കെ നമ്മുടെ നാട്ടിലെ തൊഴിലാളികളടക്കം ബോംബ് വീഴുമോ മിസൈൽ വീഴുമോ എന്ന് പേടിച്ചിരിക്കുക. അള്ളാഹു തആല അവസ്ഥ നീക്കി തരട്ടെ. അള്ളാഹു അവസ്ഥകളെല്ലാം നീക്കി തരട്ടെ. സമാധാനം, ഇബ്ലീസിൻ്റെ പാർട്ടിയുടെ ലക്ഷ്യം ലോകത്തെ സമാധാനം നശിപ്പിക്കലാണ്. അള്ളാഹു തആല ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് സമാധാനപൂർണ്ണമായ അന്തരീക്ഷം അള്ളാഹു തആല ഉണ്ടാക്കി തരട്ടെ. അതിനിടയിൽ മരിച്ചുപോയവർക്ക് അള്ളാഹു തആല അലിഖാമിനായി അടക്കം ആരാണെങ്കിലും ആരൊക്കെ മരിച്ചു അവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. മനസ്സറിഞ്ഞാമീൻ പറയും. അള്ളാഹു മർഹമത്ത് കൊടുക്കട്ടെ. ഇനിയും അള്ളാഹു തആല ലോകത്ത് ആൺകുട്ടികളെ തരട്ടെ. അള്ളാഹു തആല അദില്ലത്തിന അലൽ മുഅ്മിനീന അഇസ്സത്തിന അലൽ കാഫിരീന വലാ യഖാഫൂന ലൗമത ലായിം. ഒരു ആക്ഷേപകനെയും ഭയപ്പെടാത്ത ആൺകുട്ടികളെ അള്ളാഹു തആല ഇനിയും ലോകത്ത് തരട്ടെ. റബ്ബനാ അലൈക തവക്കൽനാ വ ഇലൈക അനബ്നാ വ ഇലൈക്കൽ മസീർ.